ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ മകം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ സൗമ്യ സ്വഭാവക്കാരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാർ ജീവിതത്തിൽ പുതുമകളെയും പരിഷ്കാരത്തെയും ആഗ്രഹിക്കുന്നവരാണ്. മികച്ച ലക്ഷ്യബോധവും വലിയ വലിയ ആഗ്രഹങ്ങളും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഇവരുടെ മനസ്സ് എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് വേഗത്തിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്നവരും കൂടിയാണ്. കൂടാതെ തൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ തനിക്ക് കഴിവുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നവരാണ്. അഭിമാനശീലരാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലാണെങ്കിലും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരും മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാൽ പോലും തൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരോടും ചുറ്റുപാടിലുള്ളവരോടുമൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറുന്നവരായതിനാൽ എല്ലാവർക്കും ഇവരോട് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാനും ഇവർക്ക് കഴിയും. എങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളോ വിഷമതകളോ വന്നാൽ പിന്നെ അതേ വേഗത്തിൽ തന്നെ അകലുന്ന സ്വഭാവവും ഇവരിലുണ്ട്. അനാവശ്യമായിട്ട് ആരുടെ കാര്യത്തിലും ഇവർ ഇടപെടാറില്ല. അതുപോലെ തന്നെ തൻ്റെ കാര്യങ്ങളിലും അനാവശ്യമായിട്ട് മറ്റാരും തന്നെ ഇടപെടുന്നതും ഇവർക്ക് ഇഷ്ടമാകാറില്ല. ചില സന്ദർഭങ്ങളിൽ ദേഷ്യഭാവം മുഖത്ത് പ്രകടിപ്പിക്കുമെങ്കിലും പിന്നീട് സ്വയം പശ്ചാത്തപിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ. ആത്മവിശ്വാസം കൂടുതലുള്ളവരായതിനാൽ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സത്യസന്ധമായിട്ട് പരിശ്രമിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ്. ഉയർന്ന നിലവാരത്തിൽ വൃത്തിയോടുകൂടിയിട്ട് ജീവിക്കുവാനും ആഡംബരത്തെക്കുറിച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാർ വൃത്തിയോടുകൂടി ജീവിക്കുവാൻ വേണ്ടി കുടുംബത്തെയും തൻ്റെ ചുറ്റുപാടിനെയും ഒരുക്കുന്നവരാണ്. ഇതൊക്കെ ഇവരിലുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മനസ്സിന് സുഖക്കുറവും ക്ഷീണാവസ്ഥകളും കാണാറുണ്ട്. പ്രത്യേകിച്ച് പഴമയോട് കുറച്ചൊക്കെ ഇഷ്ടമുള്ളവരായതുകൊണ്ട് കഴിഞ്ഞുപോയിട്ടുള്ള തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നവരും കൂടിയാണ് ഈ മകം നക്ഷത്രക്കാർ. പൊതുവേ ഈ മകം നക്ഷത്രക്കാർക്ക് 2026 പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും വർഷത്തിൻ്റെ ആരംഭത്തിൽ 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് കഠിനാധ്വാനവും ശ്രദ്ധയുമുണ്ടെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12ാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. രാഹുകേതുക്കളുടെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. എന്തൊക്കെ വിഷമതകൾ മനസ്സിൽ തോന്നിയാലും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിനെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കഴിവതും സാഹസകർമ്മങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യ കാര്യങ്ങളിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ട സമയമാണ്.
ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ സാമ്പത്തികപരമായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിലും കുടുംബജീവിതത്തിലും പൊതുവെ സന്തോഷം കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം. ദാമ്പത്യത്തിൽ ഉയർച്ച താഴ്ച കാണുമെങ്കിലും തുറന്ന ആശയവിനിമയവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം. കർമ്മസംബന്ധമായിട്ട് അധികാരികളിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. സാമ്പത്തികപരമായിട്ടുള്ളതായ ഇടപാടുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് സൂര്യദേവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്.